നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡാർജിലിംഗ് ആണ്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാർജിലിംഗ് പോവാം. പക്ഷെ ഈ നേരെ പോകുന്ന റൂട്ടില് നേപ്പാളിന്റെ ബോർഡർ കൂടെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്, പുഷ്പതി നഗർ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ വിചാരിച്ച് വളഞ്ഞു പോയാലും വേണ്ടില്ല, നമുക്ക് വെറൈറ്റി റൂട്ടിലൂടെ പോകുന്നത്. ഈ റോഡ് ഭയങ്കര രസമാണ്. നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ മതി. ഈ പുഷ്പതി നഗർ കൂടെ പോകുന്ന റോഡ് നേപ്പാളിലേക്ക് റോഡ് കയറി കുറച്ച് ഇറങ്ങി അങ്ങനെ പോകുന്നത് മാപ്പിൽ കാണിക്കുന്നത്. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ സത്യാവസ്ഥ അറിയാൻ പറ്റും. കോടം മുടിയുണ്ടാവും മൊത്തം സ്ഥലം. എല്ലാവരും ഓരോ വ്യൂ കാണുമ്പോൾ നിർത്തുന്നു, ഞങ്ങളും ഓരോ വ്യൂ കാണുമ്പോൾ നിർത്തുന്നു. കോടം കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. റൂട്ടൊന്നും പറയാലോ കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വ്യൂ കിട്ടും. മേ ബി മിക്കവാറും നേപ്പാളിൽ ചിലപ്പോൾ കാണാൻ പറ്റും. നേപ്പാളിലെ മലകൾ കാണാൻ പറ്റും ചിലപ്പോൾ. ആ കുട്ടി ഇരിക്കുന്നതൊക്കെ നിങ്ങൾ എന്ത് ഭംഗി അറിയാം. നടക്കാം അല്ലേ? ഷോർട്ട് കട്ട് വരും ഉറപ്പില്ലേ? ഇതിൽ കൂടെ ഓടി കയറിയാലോ? ആണ് കമോൺ കമോൺ. യെസ് 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 യെസ്. രക്ഷില്ലാത്ത സ്ഥലം കേട്ടോ. എൻ്റെ മോനെ എന്താ വൈബില്ലേ? ഓ ഫുള്ള് മറ്റേ ക്രിസ്മസ് ട്രീ ആണല്ലോടാ. അടിക്ക് നേപ്പാളാണോ? നേപ്പാള് ഫ്രണ്ട്ലി രാജ്യമാണ്, പ്രശ്നമില്ലല്ലോ. പാകിസ്ഥാനൊക്കെ ആണെങ്കിൽ വെടിയുണ്ടിയും കണ്ടാണ്ട് ഇരിക്കേണ്ടി വരും. ഓ നോക്കി നിങ്ങൾ, അതിനിടയ്ക്ക് ആ ഫേൺസ് കൂടി ഉണ്ടായപ്പോൾ എന്ത് ഭംഗി അറിയോ. ബാക്കിൽ അങ്ങോട്ടൊക്കെ ഫുൾ ഫോഗാട്ടോ. നമ്മള് പോകുന്നതിന്റെ അപ്പുറം ഭാഗമാണ് നേപ്പാളാട്ടോ. കറക്റ്റ് നമ്മൾ ഈ പശുപതിയൊക്കെ പോകുന്നത്, അതായത് കറക്റ്റ് ബോർഡറിലെ ലൈനിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. നോക്കി നിങ്ങൾ, ഇവിടുത്തെ ബോർഡർ ഇതാണ് മെയിൻ റോഡ് പോകുന്നത്. ആ ഇത് കണ്ടില്ലേ ഗേറ്റ്, അതിൻ്റെ അപ്പുറത്തെ നേപ്പാളാണ്. നേപ്പാളിൻ്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കാണാൻ പറ്റും. ഇതില്ലേ ഫ്ലാഗ് ഇവിടെ തന്നെ ഇതാണ് ജസ്റ്റ് ബൗണ്ടറി. ഇവിടെ ഇന്ത്യൻ്റെ ബോർഡ് ഇതാ, ഇപ്പുറത്തെ നേപ്പാളിൻ്റെ ബോർഡ്. ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ആണില്ലേ? അപ്പുറത്തേക്ക് നേപ്പാളാട്ടോ. അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ID കാർഡ് കാണിച്ചു കൊടുത്താണ്ട് പോയാൽ മതി. നമ്മളെ ബീഹാറിൻ്റെ ബോർഡറിൻ്റെയും അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൻ്റെ ബോർഡറിൻ്റെ അത്ര റഷ് ഇവിടെ ഇല്ലല്ലേ. ഒന്നാമത് മലയോര പ്രദേശമായിട്ട് ആൾക്കാർ ചൂസ് ചെയ്യൽ കുറവായിരിക്കും. ഇങ്ങോട്ടുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ. ഏതോ ടി എസ്റ്റേറ്റിലേക്ക് നമ്മൾ വണ്ടിയും കൊണ്ട് കടന്നു പോകുന്ന പോലെ ഉണ്ട് അല്ലേ? രണ്ടാളെ അവിടെ പിടിച്ച് നിർത്തിയ പോലെ ഉണ്ട്. ആർമിനെ അവിടെ പിടിച്ച് നിർത്തിയത്, ബോർഡർ ഫോഴ്സ് സെക്യൂരിറ്റി BFS-നെ. എന്തായാലും കൊള്ളാം, വൻ വൈബനെ. ഫ്രണ്ട്ലി ആയതുകൊണ്ടാട്ടോ അത്ര സീന്. ഇതൊക്കെ പാകിസ്ഥാന്റെ ബോർഡർ ആയിരിക്കണം. എൻ്റെ മോനെ ഓർമ്മിപ്പിക്കല്ലേന്ന് പറഞ്ഞില്ലേ, സീനാണ്. ഞങ്ങള് ഇവര് റോഡ് സൈഡിൽ ഉണ്ടാണ്ട് ഞങ്ങൾ നിർത്തിയാട്ടോ ക്യാരറ്റ് വാങ്ങാൻ. ഫ്രഷ് സാധനം നോക്കി, അടിപൊളി സാധനം. ഇതിന്റെ ഇപ്പുറത്തും ഭാഗത്തേക്കുണ്ടല്ലോ നേപ്പാളാട്ടോ. നമ്മള് ലൈന് കൂടെ ഇങ്ങനെ പോവാണ്. സിമാന ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഗൈസ് ഇതേത് നോക്കിയ വണ്ടി, പണ്ടത്തെ ലാൻഡ് ഓവർ. ഏതാ സാധനം അല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ, വൈബ് സാധനം. കോടമഞ്ഞിൽ മൂടിയിരിക്കുന്ന വൈബ് അങ്ങാടി. എന്താ പറയുക, ഇവിടുത്തെ ഇവിടെ കുറേ നേപ്പാളീസ് ഉണ്ട് കേട്ടോ. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇവിടെ അവരുടെ വണ്ടി കൊണ്ട് 3 മാസം ഇവിടെ ഓടിക്കാൻ അത്ര 13,000 രൂപ ചാർജ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ അവിടുന്ന് വണ്ടി കൊണ്ട് ടാക്സി ഓടുന്നുണ്ട്. ഒന്നും കാണൂല കേട്ടോ. നോക്കി നിങ്ങള് ഉള്ള കോടം കൂടി എടുക്കാം. ഇപ്പൊ രാത്രിയൊക്കെ ഇവിടുത്തെ സീൻ എന്തായിരിക്കടാ, ചിന്തിക്കാൻ പറ്റുമോ? മലന്റെ സൈഡുകളിലായിട്ട് കുറേ മുള കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. വേറെ ഒന്നിനല്ല, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ്. മുള ആകുമ്പോ പിന്നെ വേരങ്ങോട്ട് പിടിച്ചു നിർത്തല്ലോ മണ്ണിനെ. നമ്മളങ്ങനെ വേറെ റോഡിലേക്ക് കയറി.
അടിയില്ല, ഇത് ഗോം റെയിൽവേ സ്റ്റേഷനാണത്. ട്രാക്ക് അടിയില്ല പോകുന്നേ. എന്താ വൈബില്ലേ? ഇതാട്ടോ ഡാർജിലിംഗിന്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ റെയിൽവേ സ്റ്റീം എഞ്ചിനിൽ ഓടുന്ന. വെൽക്കം ടു ഡാർജിലിംഗ്, ദ ക്യൂൺ ഓഫ് ഹിൽസ്. അങ്ങനെ നമ്മൾ ഡാർജിലിംഗിലേക്ക് ഗൈസ് എത്തിക്കൊണ്ടിരിക്കുന്നു, കടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ആശീർവദിക്കുക, എന്താണ് അനുമോദിക്കുക, ആളാദിക്കുവീൻ. വീട് നോക്കിന് ചെടികൾ, ഞാൻ പറഞ്ഞില്ലേ ചെടികൾ വൈബാണ് അവിടെ. ട്രെയിന് പോകുന്നില്ലല്ലോ, ട്രെയിനെ പറ്റി നിർത്തി വെച്ചു ഞാൻ മഴക്കാരായണ്ട്. ട്രെയിൻ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്താ ചെയ്യാ? ഇല്ല, കിട്ടിയില്ല, മര്യാദക്ക് കിട്ടിയില്ല. അതിലേക്ക് വരുന്നതും മക്കളൊക്കെ സ്കൂളും വിട്ട് പോവാണ്. അതേപോലെ ഓഫീസ് വർക്ക് ചെയ്യുന്നവരൊക്കെ വീട്ടിൽ പോവാണ്. ഈ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ, നല്ലൊരു ചാട്ടയുണ്ടത്. ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ നല്ലൊരു സ്ഥലം കിട്ടുമെന്നുള്ളതാണ് സംശയം. സത്യം. അങ്ങനെ 2:30 ഉണ്ടാക്കാം, 2:30 ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നീണ്ട് സ്ഥലം തപ്പി പിന്നെ അങ്ങനെ അങ്ങോട്ട് നീളും. കൈസ് കണ്ടില്ല ഞങ്ങള് ഇവിടുത്തെ സ്റ്റേഷൻ. ഇതേട്ടാ മെയിൻ ഡാർജിലിംഗ് സ്റ്റേഷൻ വരുന്നേ. നമുക്ക് മുമ്പോട്ട് എന്തായാലും പോയി നോക്കാം, ഇല്ലാതെ നമുക്ക് ബുക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല. ഇവിടെ നമുക്ക് സിംലനെ പോലെ തന്നെയാണ്, പാർക്കിങ് വേണം എല്ലായിടത്തും. ഇനി ഹിൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാലുള്ള സീൻ ഇതാട്ടോ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെ സ്ഥലം കിട്ടില്ല, കംപ്ലീറ്റ് ട്രാഫിക്കും ആയിരിക്കും. ഞാൻ ഇതിന് മുമ്പ് ഡാർജിലിംഗ് വന്നിട്ടുണ്ട്. മുമ്പ് വന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ പമ്പേ ഉണ്ടല്ലേ? എടാ ഇപ്പൊ പ്രൈവറ്റ് കാറിന്റെ പാർക്കിംഗ് ആയിടത്. എടാ പമ്പ് പൂട്ടി പോയടാ. നമ്മള് കൊറേ ഡാർജിലിംഗ് അടിക്ക് പോകുന്നുട്ടോ, ഒരു പാർക്കിംഗ് സ്പോട്ട് നോക്കിയിട്ട് നമ്മളെ വണ്ടി നിർത്തി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയതാണ്. ഇതുവരെ നമുക്ക് വ്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു, ഫുള്ള് കോട മൂടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വ്യൂ ഒക്കെ ഒന്ന് കിട്ടി തുടങ്ങി. നമ്മളേ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കാം കേട്ടോ. ചോറ് ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം അവൻ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. വേറെ സ്ഥലം ഇവിടെ കിട്ടൂല കേട്ടോ, നമുക്ക് വിചാരിച്ച പോലെ ഹിൽ സ്റ്റേഷനല്ല. അപ്പം അതിൻ്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. പോകുന്നവരും എല്ലാവരും നമ്മളെ നിർത്തി കേരള എന്ന് പറഞ്ഞ് ചോദിച്ച് പോവാട്ടോ. പിന്നെ അവരെ പറഞ്ഞ കാര്യമില്ല, നമ്മൾ ഇങ്ങനെ സ്ഥലത്ത് നിന്നാണ്ട് ഇത് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ കൗതുകം ഉണ്ടാവുമല്ലോ. എന്തായാലും പരിപാടിയൊക്കെ തീർന്നു ഏകദേശം തന്നെ. കഴിഞ്ഞില്ല നമ്മളുടെ, നമുക്ക് ഇവിടെ കഴിച്ചാൽ പോരെ? സെറ്റാട്ടോ. അപ്പം എന്തായാലും കഴിച്ചു. നല്ല വിശപ്പുണ്ട്, ഒരു രക്ഷയില്ലാത്ത വിശപ്പ്. എന്താ അറിയില്ല അല്ലേ? ഓ, ക്യാബേജൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്, അന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പം ഇത് പെട്ടെന്ന് കഴിക്കട്ടെ, നല്ല വിശക്കുന്നുണ്ട്. ഒരു അനക്കം പൊടി കൂടിയില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. രസമുണ്ട്, ഉണക്കിൽ തെറ്റാം. നോക്കി നിങ്ങൾ, ഡാർജിലിംഗ് സിറ്റിൻ്റെ വ്യൂ ആണത്. ആ കാണുന്നതാണ് ഡാർജിലിംഗ് സിറ്റി. ഉഫ്, ചന്ദ്രനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ? ആ ഭാഗത്താണ് കോട മൂടി ഇരുന്നിട്ടൊക്കെ. അല്ല പൂത്തിരി കത്തില്ലായിരിക്കില്ലേ? അതെ സത്യം. നമ്മൾ ചെക്കെന്താ അവിടെ. യെസ്, കൊള്ളാട്ടോ, ഒരു രക്ഷയില്ല, വൻ വൈബ്. അങ്ങനെ ഞങ്ങളിതാ നടന്നിട്ട് മാൾ റോഡ് പോകുന്നു കേട്ടോ. കുറച്ച് ലേറ്റായി. നാട്ടിലത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ കോളിൽ. ശരിക്കും ഇത് സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാട്ടോ. ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ലോക്കൽസ് എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം ലോക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ക്ലാസ് എന്നുള്ളതാണ്. അതല്ല കേട്ടോ, ഒരു നാട്ടിലുള്ള ആ നാട്ടിലത്തെ ആൾക്കാരെ പറയുന്നതാണ് ലോക്കൽസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ റീല് കണ്ട് കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ ഗാങ്ടോക്ക് ഭാഗത്തേക്കൊക്കെ ഏകദേശം പോഷായിട്ടുള്ള റോഡിനൊക്കെ പേര് മാൾ റോഡാണ് കേട്ടോ.
ചിലയിടത്ത് MG റോഡും ഉണ്ട്. കാര്യമായിട്ട് ഷോപ്പിംഗ്, നല്ല കഫേസ്, കുറേ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് കാണാം. ഒരു ചാക്കിന് പേസും കൊണ്ട് വരണല്ലേ. എന്നാ നമുക്ക് സാധനം കൊണ്ട് പോവാ. ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇത്ര ദിവസത്തേക്കൊക്കെ ട്രിപ്പിന് പോകണമെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഡാർജിലിംഗിലെ കൊള്ളാലോ. നോക്കി നിങ്ങൾ ഇവിടുത്തെ റഷ്, എൻ്റെ മോനെ എമ്മാതിരി തിരക്കടോ അല്ലേ. ഇവിടെ ആണെങ്കിൽ കുറേ ഭക്ഷണത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നോക്കിയാലോ ഗൾഫിൽ ഇതെന്താ പോർക്കാ തോന്നുന്നല്ലേ, ഇല്ലടാ ചിക്കനാടാ. ഈ സാധനം കണ്ടാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കൂട്ടോ. കഴിക്കല്ലേ കഴിച്ചോക്കാം, എങ്ങനെ അറിയില്ലല്ലോ. ഇത് വെറൈറ്റിയാണ്, കുറേ കടലുകൾ കിട്ടാനുള്ള ഐറ്റംസ് ആണ്. ഇതാണപ്പം മാൾ റോഡ് കേട്ടോ. ഇവിടെ മഴ പെയ്തു, നമ്മളാണ് കൊടി എടുത്തില്ല, ഒന്നും ചെയ്തില്ല. അപ്പം നൈസായിട്ട് തിരിച്ചിറങ്ങട്ടെ ഇനി, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങോട്ട് നടക്കാൻ കേട്ടോ അത്യാവശ്യം. ഇവരൊക്കെ കൊടിയും കൊണ്ടിട്ടാ നടക്കണ്ടായിനി സർഫിൽ, നമ്മൾ മാത്രം മണ്ടന്മാരായത്. കിടക്കാനുള്ളൊരു സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെയൊരു സ്ഥലം കിട്ടുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു പോകുമ്പം കണ്ട ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, നോക്കി നിങ്ങൾ, ഇവിടെ അങ്ങോട്ട് നിർത്തി വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിർത്താൻ പറ്റില്ലടാ. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ 2-3 ഫോട്ടോവും അതേപോലെ വെള്ളമൊക്കെ വരുന്ന സ്ഥലമാണ്. നമ്മളവിടെ നിർത്തി കഴിഞ്ഞാൽ മോശമാണ്. ഓക്കെ, തിരിച്ചു പോലെ. ഓക്കെ, നമ്മളെ വണ്ടി അവിടെ നിർത്തി. നമ്മൾ ഈ എൻജിൻ്റെ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. കൽക്കരി കത്തിക്കുന്ന നോക്കി, അതിൽ എന്താ അല്ലേ സെറ്റപ്പ്. ഒരു വൻ വിഷയം സാധനമല്ലത്. നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടോ. എണീറ്റപ്പം വണ്ടിൻ്റെ സൈഡിലും ഒക്കെ ഫുള്ള് ടാക്സി വണ്ടികളാ. ഇത് ടാക്സി പാർക്കിംഗ് ആണ് അല്ലേ ഹർഫിലേ? അടിയുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. മൂപ്പര് പറഞ്ഞു വണ്ടി ഒന്ന് ഇവിടുന്ന് മാറ്റി ഒന്ന് അങ്ങോട്ട് ഇടാന്ന് പറഞ്ഞു. ഭയ ആപ്കാ ജോജോ അച്ഛാ. അപ്പൊ എന്തായാലും കൊള്ളാം. നമ്മളിവിടുന്ന് എങ്ങോട്ടാന്നുള്ള പ്ലാനൊന്നുമില്ല, പോവാണ് എങ്ങോട്ടേലൊക്കെ. അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണുന്നേക്കും. ബൈ ഗൈസ്. എടാ ഒരു ബൈ പറഞ്ഞോ. ബൈ ഗൈസ്. ബൈ ബൈ പോലും. താങ്ക് യു. ഓക്കെ.